ഹായ് ഗേസ്, വെൽക്കം ടു വീലിൻ. ഇസ്രയേൽ ദോഹയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുതിർന്ന ഹമാസ് നേതാക്കൾ കൊല്ലപ്പെട്ടതോടുകൂടി പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടം അക്ഷരാർത്ഥത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അറബ് ലോകം മുഴുവനും ദേഷ്യത്തിലാകുകയും ഈ വിഷയത്തിൽ വാഷിംഗ്ടൺ മൗനം പാലിക്കുകയും കൂടി ചെയ്ത സമയം സൗദി അറേബ്യ ആരും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കം നടത്തിയിരിക്കുകയാണ്. റിയാദിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ഈ കൂടിക്കാഴ്ചയിൽ പാകിസ്ഥാൻ സൈനിക മേധാവിയായ അസീം മുനിറും പങ്കെടുത്തിരുന്നു. പാകിസ്ഥാനിൽ നമുക്കറിയാം, സൈന്യമാണ് എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നത്. ആയതിനാൽ തന്നെ ഈ കൂടിക്കാഴ്ച വെറുമൊരു രാഷ്ട്രീയ നീക്കമല്ലെന്ന് ഇതിനാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. പാകിസ്ഥാൻ സൈന്യം ഏത് കരാറാണോ ഒപ്പിടുവാനായി പോകുന്നത് അതിന് പൂർണ്ണ പിന്തുണ നൽകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ സാന്നിധ്യം. ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു മ്യൂച്വൽ ഡിഫൻസ് പാക്ട് ഒപ്പിടുകയുണ്ടായി. ഒന്നിനു നേരെയുള്ള ആക്രമണം ഇരുവർക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കും എന്നതായിരുന്നു അതിലെ വരികൾ. ഇത് വളരെ വലിയ ഒരു കാര്യം കൂടിയാണ്. ഇതാദ്യമായാണ് ഇസ്ലാമിക പുണ്യസ്ഥലങ്ങളായ മക്കയുടെയും മദീനയുടെയും സംരക്ഷകരായി കണക്കാക്കി പോരുന്ന സൗദി അറേബ്യ ആണവായുധങ്ങളുള്ള ഏക മുസ്ലിം രാജ്യമായ പാകിസ്ഥാനുമായി ഔദ്യോഗികമായി താങ്കളുടെ സുരക്ഷ ബന്ധിപ്പിക്കുന്നത്. ഇതിന് നമുക്ക് മറ്റൊരർത്ഥത്തിൽ ഇങ്ങനെയും പറയാം: സൗദി അറേബ്യ പാകിസ്ഥാന്റെ ആണവ കവചത്തിന് കീഴിലായി കഴിഞ്ഞ ഏതാനും ദശാബ്ദങ്ങളായി തന്നെ ഗൾഫ് രാജ്യങ്ങൾ സുരക്ഷയ്ക്കായി ആശ്രയിച്ചു പോന്നിരുന്നത് അമേരിക്കേനെയായിരുന്നു. ഖത്തറിലടക്കം യുഎസിന്റെ സൈനിക താവളങ്ങളും സൈനികരും മിസൈൽ ഡിഫൻസ് സിസ്റ്റവും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ പക്ഷേ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ വാഷിംഗ്ടൺ നിശബ്ദമായി ഇരിക്കുകയും ഇസ്രയേലിന്റെ മിസൈലുകളെ പ്രതിരോധിക്കുവാനായി അവർ ശ്രമിക്കുകയും ചെയ്തില്ല. ഈ മൗനം അറബ് രാജ്യങ്ങളിൽ വലിയ മാറ്റങ്ങൾക്കും കാരണമായി മാറി. അവർ ഇതിനെ അമേരിക്കയെ ആശ്രയിച്ചുള്ള സുരക്ഷാ സംവിധാനം വളരെ ദുർബലമാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് റിയാദ് പെട്ടെന്ന് പ്രതികരിക്കുകയും സൗദി സൈനികർക്ക് ദശാബ്ദങ്ങളായി പരിശീലനം നൽകുകയും മുൻപ് അവരുടെ രാജ്യത്തെ സംരക്ഷിക്കുവാനായി സൈന്യത്തെ അയക്കുകയും ചെയ്ത പാകിസ്ഥാനിലേക്ക് അവർ തിരിയുന്നതും. ഇത് ഇസ്രയേലിന് വലിയ തലവേദനയാണ് ഉണ്ടാക്കുക. അവർക്ക് സ്വതന്ത്രമായി നടത്തുവാൻ കഴിഞ്ഞിരുന്ന സൈനിക ആക്രമണങ്ങൾക്ക് ഇനി അപകടകരമായ പ്രതികരണങ്ങൾ നേരിടേണ്ടതായി വരും. ഇറാനിൽ നിന്നും മാത്രമല്ല, സൗദിയുടെയും സഖ്യകക്ഷിയായ ആണവശക്തിയായ പാകിസ്ഥാനിൽ നിന്നും അവർ ഇത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയെ സംബന്ധിച്ചും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ സൗദിയുടെയും ഇസ്രയേലിന്റെയും സുഹൃത്തുക്കളാണ്. എന്നാൽ പക്ഷേ പാകിസ്ഥാൻ ഇന്ത്യയുടെ പ്രധാന ശത്രുവുമാണ്. ഇപ്പോൾ സൗദി അറേബ്യ പാകിസ്ഥാനുമായി കൂടുതൽ അടുക്കുന്നതോടുകൂടി കാശ്മീരോ തീവ്രവാദമോ പോലുള്ള ഭാവി സംഘർഷങ്ങളിൽ പാകിസ്ഥാൻ കൂടുതൽ ആത്മവിശ്വാസം കാണിക്കുകയും അതിലവർക്ക് അറബ് ലോകത്തിന്റെ പിന്തുണയും സൗദിയുടെ പണവും ലഭിക്കുകയും ചെയ്യും. ചൈനയെ സംബന്ധിച്ചാകട്ടെ ഇതൊരു വലിയ വിജയമാണ്. അവർക്ക് പാകിസ്ഥാനും സൗദിയുമായി ഇതിനോടകം തന്നെ അടുത്ത ബന്ധമുണ്ട്. ഈ ഉടമ്പടിയോടുകൂടി പശ്ചിമേഷ്യയിൽ ചൈനയ്ക്ക് കൂടുതൽ സ്വാധീനം നേടുവാനായി ഇത് അവരെ സഹായിക്കുകയും ചെയ്യും. അമേരിക്കയെ സംബന്ധിച്ച് കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. ഗൾഫ് മേഖലയുടെ സംരക്ഷകർ എന്ന അവരുടെ വിശ്വസ്തമായ വലിയൊരു സ്ഥാനത്തെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. ഒരിക്കൽ ആധിപത്യം പുലർത്തിയിരുന്ന ഒരു മേഖലയെ ഇന്നവർ അതിഥികളെ പോലെയാണ് നിലകൊള്ളുന്നത്. ഈ പങ്കാളിത്തത്തെ പലരും മതാടിസ്ഥാനത്തിലുള്ള ഇസ്ലാമിക് നാറ്റോയിലേക്കുള്ള ആദ്യ ചൂടുവയ്പായും കണക്കാക്കുന്നു. മുസ്ലിം രാജ്യങ്ങളുടെ ഒരു സൈനിക സഖ്യം എന്ന ആശയം മുൻപൊരു ഭാവനാ സൃഷ്ടിയായി മാത്രമായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് നടക്കുന്ന ആക്രമണങ്ങളും യുദ്ധങ്ങളും ഗൾഫ് രാജ്യങ്ങളുടെ മനോഭാവം മാറ്റിയിരിക്കുകയാണ് എന്നുള്ള സൂചനയാണ് മുൻപോട്ട് വരുന്നത്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിലും ഇസ്ലാമിക രാജ്യത്ത് തന്നെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പല രാജ്യങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് ഇറാനും സൗദി അറേബ്യയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. സൗദി അറേബ്യയും ഖത്തറുമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങളുണ്ട്. തുർക്കിയും ഈജിപ്തും രണ്ട് പക്ഷത്താണ്. അതുപോലെ തന്നെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള പ്രശ്നങ്ങളും ഇറാഖിനും സിറിയയ്ക്ക് ഇടയിലുള്ള പ്രശ്നങ്ങളും. അതുകൊണ്ട് തന്നെ
പൂർണ്ണാർത്ഥത്തിൽ മതാടിസ്ഥാനത്തിൽ ഇസ്ലാമിക നാറ്റോ എന്നുള്ളത് പ്രാബല്യത്തിലാകുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇപ്പോൾ സൗദി അറേബ്യ മാത്രമാണ് ഈ ഒരു ആശയവുമായി പാകിസ്ഥാനുമായി ചേർന്ന് ഒരു സഖ്യമുണ്ടാക്കുവാനായി മുൻപോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ജിയോ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഈ വീഡിയോ ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപായി എല്ലാവരും സന്തോഷത്തോടു കൂടി ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ടാറ്റാ, ബൈ ബൈ.